ഇനി എന്തോരം നരച്ചുമുടി ഉണ്ടെങ്കിലും കട്ടക്കറുപ്പാക്കാൻ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഒരു സൂത്രം കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കൂ. എന്തൊക്കെ ചെയ്തിട്ടും കളർ തലമുടിയിൽ പിടിക്കുന്നില്ലേ എങ്കിൽ ഈ ഒരു സൂത്രം നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഈ ഒരു കറുപ്പ് കയ്യിൽ കറുപ്പ് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. കയ്യിലെ കറുപ്പ് പോലെ തന്നെ നമ്മുടെ മുടിയിലും ആ കറുപ്പ് പിടിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ കെമിക്കൽ മേടിച്ചിരിക്കുന്ന പോലെ നമ്മുടെ മുടി കറുക്കത്തില്ലെങ്കിൽ പെട്ടെന്ന് കറുക്കത്തില്ലെങ്കിൽ ഇത് ഇരിക്കെ നല്ല രീതിയിൽ കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്നതുമാണ്. അപ്പോൾ എന്തോരം നരച്ച മുടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ടൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം. എല്ലാവർക്കും വീട്ടമ്മമാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും അടുക്കളയിൽ കാണും, ഒരിക്കലും തീർന്നു പോകത്തില്ല. തീർന്ന ഒട്ടനെ വീട്ടമ്മമാർ മേടിച്ച് വെക്കുന്നതാണ് നമ്മുടെ കടുക്. ഈ കടുകിന് വളരെ നല്ല രീതിയിൽ തന്നെ മുടി വളരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ താരം പോകാൻ, സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ അടച്ച മുടീനെ കറുപ്പാക്കാൻ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കടുകിൻ്റെ അകത്ത് തന്നെ കടുകെണ്ണ എല്ലാവരുടെ വീടുകളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കടുകില്ലെങ്കിൽ കടുകെണ്ണ എടുത്താലും മതി. പക്ഷേ കടുകെണ്ണ എടുക്കുമ്പോൾ നിങ്ങൾ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കടുക് തന്നെ എടുക്കുക. ഈ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ കടുക് തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കടുക് അടുപ്പത്ത് വെച്ച് ഇരുമ്പ് ചട്ടി വെച്ച് നല്ല പൊടിന്ന് കരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു കറുപ്പ് നല്ല പൊടിഞ്ഞ് കൈ കൊണ്ട് തന്നെ വെക്കുമ്പോൾ നല്ല പൊടിഞ്ഞ് ഇങ്ങനെ കളർ നമ്മുടെ കയ്യിൽ പിടിക്കണം. അതുപോലെ എടുക്കുക. എന്നിട്ട് ഇത് അരിക്കൊന്നും വേണ്ട, നല്ലപോലെ നമുക്കൊന്ന് മിക്സിയുടെ ജാറയിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. കുറച്ച് മുടിയെ നരച്ചിട്ടുള്ളൂ. നമ്മുടെ നെറ്റിയുടെ സൈഡുകളിലെല്ലാം ചെറിയ ചെറിയ ഹെയറൊക്കെ നരച്ച് വരും. അപ്പോൾ ആ ഒരു ഹെയറൊക്കെ നമുക്ക് കറുപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കെമിക്കലൊക്കെ മേടിച്ചടിക്കുകയാണെങ്കിൽ നല്ലമുടി മുഴുവൻ നരച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. മുടി പൊരിച്ചിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നിങ്ങൾ വീട്ടിലുള്ള ഈ നാച്ചുറലായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകാതെ അലർജി ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ ആർത്തി കേൾക്കാനും മുടിയെ നരം മാറാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പൊടി 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അലോവേര ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ കടുകെണ്ണ ഉണ്ടെങ്കിൽ കടുകെണ്ണ എടുക്കാം, അല്ലെങ്കിൽ ആവണക്കെണ്ണ എടുക്കാം. ഇതേത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മുടെ ഈ സൺഫ്ലവർ അങ്ങനെയൊന്നും എടുക്കരുത്. മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കുറച്ച് അലോവേര ജെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒരു ബ്രഷ് കൊണ്ട് ഇത് നമ്മൾ കൈ കൊണ്ടിരിക്കുമ്പോൾ കൈ നല്ല പിടിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബ്രഷ് കൊണ്ടൊന്ന് എടുത്തിട്ട് നമ്മുടെ മുടി എവിടെയാണോ നരച്ചിരിക്കുന്ന ആ ഭാഗങ്ങളിലേക്ക് ബ്രഷ് കൊണ്ട് തൂത്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് അല്ല 30 മിനിറ്റ് നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റും അത്രയും നേരം വെക്കുക. അതിനുശേഷം നിങ്ങൾ സാധാ പച്ചവെള്ളത്തിലൊന്ന് കഴുകിക്കളയുക. പിന്നെ ഇത് കഴുകിക്കളയാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കുറച്ച് ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ താളി ഉപയോഗിച്ചാലും മതി. കണ്ടില്ല, ഈ ഒരു കറുപ്പ് നമ്മുടെ നരച്ച മുടിയിൽ പിടിക്കുമെന്ന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.